മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ PK കുര്യാക്കോസ്. വിശുദ്ധനായ ഫ്രാൻസിസ് പാപ്പ ദൈവസന്നിധിയിൽ എത്തപ്പെട്ട ഈ സമയവും പുതിയൊരു മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഈ സമയവും കണ്ണൂരിൽ നിന്നും അവതരിച്ചിരിക്കുന്ന സഖാവ് പല തിട്ടൂരങ്ങളും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇറക്കുന്നതിന് വേണ്ടി വിമത കോമാളികളുമായി പല ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഭയിൽ വ്യാജം മാത്രം പറഞ്ഞ് പ്രചരിപ്പിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ദുഷ്ടതകൾ മെനഞ്ഞെടുത്ത് വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന സംഘങ്ങളുടെ പ്രധാന സാന്നിധ്യത്തിൽ കണ്ണൂർ സഖാവിന്റെ നേതൃത്വത്തിൽ പലപ്പോഴായി പലവിധമായ ചർച്ചകളും ആരുടെയും അനുമതിയില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പ അവസാനത്തെ മാർപ്പാപ്പയാണെന്നും ഞങ്ങൾ മറ്റൊരു സഭ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് വിശ്വാസികളെ വഴിതെറ്റിച്ച 200ഓളം ലോഹത്തൊഴിലാളികളും അവരെ പിന്തുടർന്നു പോരുന്ന 200ഓളം ഉപജാതക സംഘത്തിൽപ്പെട്ടവരും അവർക്ക് ചൂട്ടുപിടിക്കുവാനായി ഈ കണ്ണൂർ സഖാവും സഭാ മക്കളുടെ ശരിക്കുള്ള ബലവത്തായ ശക്തി നിങ്ങൾ ഇനി ശരിക്കും അറിയുക തന്നെ ചെയ്യും. സഭയുടെ യഥാർത്ഥ ശത്രുക്കൾ സഭയെ ആക്രമിക്കുന്നത് തിരിച്ചറിയാൻ ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് ദൈവജനത്തിന് കാണിച്ചു കൊടുത്തതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. വിശ്വാസികളെ എന്നും പറ്റിക്കാം എന്നാണ് ഇക്കൂട്ടർ കരുതിയത്. സഭയ്ക്കെതിരെ ഒരു നാരകീയ ശക്തികളും പ്രബലപ്പെടുകയില്ല എന്ന് വാക്ക് ഇവിടെ അനുവർത്ഥമാക്കേണ്ടി വരുന്നു. റോമ നഗരം കത്തുമ്പോൾ വീണ വായിക്കുന്ന എന്ന് കേട്ടിട്ടുണ്ട്. മാർപ്പാപ്പയുടെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന അവസരത്തിലും പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായി കണ്ണൂർ സഖാവ് ഇവിടെ പല വികൃതികളും കാണിച്ചു കൂട്ടുന്നതിനുള്ള തിരക്കിലാണ്. അതുപോലെ 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റുകൊടുത്ത യൂദാസ് അവസാനം മാനസാന്തരപ്പെട്ട് 30 വെള്ളിക്കാശ് ദേവാലയത്തിൽ കൊണ്ടേ എറിഞ്ഞു കൊടുത്തിട്ട് പോയി തൂങ്ങിച്ചത്തു. എന്നാൽ ഇപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ കണ്ണൂർ സഖാവ് അവസാനം താൻ ചെയ്ത തെറ്റിൽ മാനസാന്തരപ്പെട്ട യൂദാസിനേക്കാൾ നീചമായ രീതിയിൽ കരുതിക്കൂട്ടി വിമതരുമായി ഗൂഢാലോചന നടത്തി സഭയെ ഒറ്റുകെടുക്കുകയാണ് കണ്ണൂർ സഖാവ്. സമ്മതിക്കില്ല, വിശ്വാസികളിൽ ഇത് ഒരിക്കലും സമ്മതിക്കുകയില്ല. ഞങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം കാൽവരിയിൽ കുരിശിൽ മരിച്ച ആ 33കാരൻ്റെതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അമിതമായ സ്വത്തിൽ കണ്ണുവച്ചിരിക്കുന്ന കഴുകന്മാർ ആര് തന്നെയായാലും അവരെ തെരഞ്ഞു പിടിച്ച് സഭാ മക്കൾ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. മാർ ആന്റണി കരിയിൽ മെത്രാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാപ്പോലിത്തൻ വികാരിയായിരുന്ന കാലത്ത് തന്നെ എറണാകുളം സ്ഥാനമോഹിയായിരുന്നു ഈ കണ്ണൂർ സഖാവ്. സിനഡിൽ അദ്ദേഹം കണ്ണൂർക്കാരൻ എന്ന് ഭീഷണി മുഴക്കിക്കൊണ്ട് മറ്റു മെത്രാന്മാരെ തൻ്റെ വക്രബുദ്ധിയിൽ സ്വാധീനിച്ച് ആർച്ച് ബിഷപ്പ് സ്ഥാനം നേടിയെടുത്തത്. അത് കഴിഞ്ഞ് അടുത്ത നോട്ടം അദ്ദേഹത്തിന് മേജർ ആർച്ച് ബിഷപ്പിലായിരുന്നു. അതിൽ അദ്ദേഹം പല ചതിപ്രയോഗങ്ങളും നടത്തി. എന്നാൽ അത് കണ്ണൂർ സഖാവ് ഉദ്ദേശിച്ചതുപോലെ പ്രാവർത്തികമായില്ല. ഇപ്പോഴും ഈ ചതിപ്രയോഗങ്ങൾ അദ്ദേഹം തുടരുന്ന തിരക്കിലാണ്. അതിനുവേണ്ടിയാണ് എറണാകുളം വിമത കോമരങ്ങളുടെ സപ്പോർട്ടോടുകൂടി എന്തെങ്കിലും നടക്കുമോ എന്ന് അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മെത്രാൻ മോഹികളായ പല വേഷധാരികളും കണ്ണൂർ സഖാവിനൊപ്പം കൂടിയിട്ടുണ്ട്. പുതിയൊരു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത് സ്ഥാനാരോഹണം നടത്തിയെടുക്കുവാൻ എങ്ങനെ വന്നാലും 3 ആഴ്ചയെങ്കിലും സമയം എടുക്കുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. പുതിയ മാർപ്പാപ്പ സ്ഥാനമേറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ സീറോ മലബാർ സഭയുടെ സ്വയം ഭരണ അവകാശം എടുത്തു കളയുവാനും സാധ്യതയുണ്ട്. അതിന്റെ പ്രധാന കാരണം കുരിശു വരയ്ക്കുവാൻ പോലും അറിയാത്ത ആർച്ച് ബിഷപ്പുമാർ സീറോ മലബാർ സഭയിൽ
കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. വിശ്വാസികളുടെ പണത്തിനും സ്വന്തം സുഖലോലുപതയ്ക്കും മാത്രമേ ഇക്കൂട്ടർ നോട്ടമിട്ടിട്ടുള്ളൂ. എറണാകുളം അതിരൂപതയിലുള്ള വിശ്വാസികൾക്ക് പറയുവാനുള്ളത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ എറണാകുളത്തിന് എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ ഒന്നിലും വെള്ളം ചേർക്കുവാൻ ആരെയും, അതും എത്ര ഉന്നതരായാലും വിശ്വാസികൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. സഭയ്ക്കെതിരെ ആരെങ്കിലും എതിര് നിന്നാൽ അവരെ പരസ്യമായി തന്നെ ബഹിഷ്കരിക്കുകയും യാതൊരുവിധ പൊതുപരിപാടികളിലും പങ്കെടുപ്പിക്കാത്ത വിധം തടസ്സം സൃഷ്ടിക്കുക തന്നെ ഉണ്ടാക്കും. ലോഹിയോന്റെ സന്തതികൾക്ക് എല്ലാം തീരെഴുതി കൊടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഈ പറയുന്ന അരപ്പട്ട കെട്ടിയ കണ്ണൂർ സഖാവ്. ചങ്കുറ്റവും ധൈര്യവുമുള്ള വിശ്വാസികൾ നിങ്ങളുടെ ഒരു വേഷം കെട്ടലും ഇനി ഒരു കാരണവശാലും എറണാകുളത്ത് സമ്മതിക്കുകയില്ല. എറണാകുളം പ്രശ്നം വലിച്ചു നീട്ടിക്കൊണ്ടു പോകുവാനാണ് മറ്റ് മെത്രാന്മാർക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ശരിയാം വണ്ണം ഓഗസ്റ്റിലെ സിനഡ് ഇവിടെ നടക്കുകയില്ല എന്നുള്ള കാര്യവും ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ കണ്ണൂർ സഖാവിനെ കയറി ഊരി വിടാനാണ് മറ്റു മെത്രാന്മാർക്ക് പ്ലാനെങ്കിൽ വിശ്വാസികൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ തിട്ടൂരം 4 മടക്കി അദ്ദേഹത്തിന്റെ തന്നെ പോക്കറ്റിൽ വച്ചാൽ മതി. സിനഡിലുള്ള മെത്രാന്മാർ അറിയാതെ കണ്ണൂർ സഖാവ് ഉണ്ടാക്കിയ 2024 ജൂലൈ മാസത്തിലെ 6/2024 എന്ന അറിയിപ്പ് സമവായം എന്ന കോമാളിത്തരം വിശ്വാസികൾ അറബിക്കടലിൽ എറിയുക തന്നെ ചെയ്യും.